ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് വാല്യൂസ് ആഡ് ചെയ്യുക എന്നുള്ളത്, സംസ് എങ്ങനെയാണ് അബാക്കസിൽ ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ എവിടെ നിന്ന് തുടങ്ങണം, അതായത് സംസ് ചെയ്യുന്നതിന് മുന്നേ ഏത് റോഡിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് ധാരാളം റോഡുകളുണ്ട് അല്ലേ, 15-17 റോഡുകളുണ്ട്. അപ്പോൾ നമുക്കിത് എവിടെ നിന്ന് തുടങ്ങണം. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ വൈറ്റ് കളർ ഡോട്ടാണ് യൂണിറ്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞു. യൂണിറ്റ് പോയിന്റ്സ് തന്നെ നമ്മൾ ഇതിനകത്ത് 5 യൂണിറ്റ് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ മിഡിൽ വൺ, അതായത് തേർഡ് യൂണിറ്റ് പോയിന്റിൽ നിന്നും വേണം നമ്മൾ സമ്മ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ തേർഡ് യൂണിറ്റ് പോയിന്റുള്ള ആ റോഡിൽ നിന്നും വേണം നമ്മൾ സമ്മ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സമ്മ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ റോഡിനെ നമ്മൾ പറയുന്ന പേരാണ് വൺസ് റോഡ് അഥവാ യൂണിറ്റ് റോഡ് എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ഇത് വൺസ് റോഡ് ആവുമ്പോൾ ഇതിന് തൊട്ടടുത്തുള്ളത് എന്ത് റോഡാവും, ടെൻസ് റോഡ് ആവും, ഹൺഡ്രഡ്സ് ആവും, തൗസൻഡ്സ് ആവും, അങ്ങനെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ സമ്മ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വൺസ് റോഡിലാണ്. അപ്പോൾ വൺസ് റോഡിലാകുമ്പോൾ ഇനി നമ്മൾ വാല്യൂസ് പഠിക്കണം. ഇതിനകത്ത് തന്നെ 2 ടൈപ്പ് ഓഫ് ബീഡ്സ് ഉണ്ട് അല്ലേ, ലോവറിൽ കുറേ ബീഡ്സ് ഉണ്ട്, അപ്പറിൽ കുറേ ബീഡ്സ് ഉണ്ട്. അപ്പോൾ അപ്പറിലുള്ള ബീഡ്സിൻ്റെ പേരാണ് അപ്പർ ബീഡ്, അപ്പറിലുള്ള ബീഡിൻ്റെ പേര് അപ്പർ ബീഡ്, ലോവറിലുള്ള ബീഡിൻ്റെ പേരാണ് ലോവർ ബീഡ്. അപ്പോൾ ഈച്ച് അപ്പർ ബീഡ് ക്യാരി ദ വാല്യൂ ഓഫ് 5. അപ്പോൾ ഓരോ അപ്പർ ബീഡിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. പക്ഷെ അത് പ്ലേസസ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വാല്യൂസിലും വ്യത്യാസം വരും. അതുപോലെ ലോവർ ബീഡ് ഓരോന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇതിനനുസരിച്ച് പ്ലേസസ് മാറുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അപ്പർ ബീഡ് ഉണ്ട്, ലോവർ ബീഡ് ഉണ്ട്. ഇനി എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ,